ആ സരിനേച്ചി. ആ എനക്ക് കുറച്ച് തേങ്ങ പറിക്കാനുണ്ടെങ്ക നീ ഇന്ന് വരുവാ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ വണ്ണുള്ളത്? നീ കഴിഞ്ഞ ആഴ്ച പറിച്ചിട്ടെന്ന് വേണ്ടേ, അത് തേച്ച് വെള്ളം പറ്റി കൊട്ടയായി. വെള്ളം പറ്റിയില്ല. ആ എത്ര വേഗാ വെള്ളം പറ്റിപ്പോയതിന്റെ. ഇപ്പഴേ പറ്റിപ്പോയാ? ആ നീ അത് നോക്കിട്ടല്ലേ പറിച്ചിനി. ഞാൻ നല്ല വണ്ണുള്ളയാണല്ലോ പറിച്ചിന്. വണ്ണമുണ്ട് പക്ഷേങ്കില് തീരെ വെള്ളമില്ലേ? വെള്ളമില്ല. അതെ. അത് ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ, അത് ഉരിച്ചു നോക്കുമ്പോഴുണ്ട് മറ്റേ വെള്ളം ഇല്ലാണ്ട് കുലുങ്ങുന്നു. പിടിച്ചു നോക്കിയാ? ആ എന്നിട്ട് വെള്ളം കുലുങ്ങുകയും ചെയ്യുന്നു, കൊട്ടയായി. എന്നാ കുറച്ച് ചള്ള് പറിച്ചുകൂടി, എന്നാ നല്ല പാലുണ്ടാവൂലേ? വെള്ളാകുമ്പോ പാല് നല്ല പാടയായിട്ടുള്ള. അത് വേണ്ട, നീ കുറച്ചൊരു വിളഞ്ഞത് അത് പറിച്ചാൽ മതി. ഇനിയിപ്പോ എനക്ക് ഇപ്പം പെട്ടെന്ന് വരാൻ പറ്റുമൊന്നുമില്ല. ഒന്ന് വാടാ, എനക്ക് വേണ്ടിട്ടല്ലേ. തേങ്ങയില്ല തീരെ. ആരാ പറഞ്ഞ? നിങ്ങൾ കാണും. അത്തരം പറഞ്ഞിട്ട് വിളിക്കുന്നൊന്നല്ല. ഒരാഴ്ച കൊണ്ട് നിങ്ങളെ അന്ന് ഞാൻ പറഞ്ഞ തേങ്ങ ഏത് തേങ്ങ? നീ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറിച്ച അല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഉണങ്ങിപ്പോയിട്ടാന്ന്. ഇങ്ങനെ ഉണങ്ങാൻ വെക്കറ് കേട്ടോ. എന്നാല് ഇതാക്കിത്താ, നേരെയാക്കിത്താ. നേരെയാക്കി തരാണ്. ഉണങ്ങാൻ വെക്ക, ഉണങ്ങാനാകുന്നതിന് മുന്നേ പറിക്കാൻ പറ്റൂലേ? ഈ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലൊന്നും കൊള്ളൂല. അതെ, അങ്ങനെ പറിച്ചു തന്നാലിന്ന്. പിന്നെ ഇപ്പൊ ഞാനിങ്ങനെ ദൂരല്ലേ ഉള്ളേ. നീയാണ് പറിക്കാൻ നല്ല. ഞാൻ നിന്നെ വിളിക്കുന്നു. മറ്റേ എനക്ക് ആളെ കിട്ടായിട്ടൊന്നും അല്ല കേട്ടാ. പിന്നെ നിങ്ങൾ നമ്മളേക്ക് പറഞ്ഞു വരാൻ ആളിരിക്കല്ലേ തെങ്ങേറ്റക്കാർ. നീ ആവുമ്പോ അതിന്റെ സൗകര്യത്തില് എല്ലാം ചെയ്തു തരും. മറ്റേ അതിന്റെ മേലുള്ള ഒലയും കൊലച്ചിലും പാണുമല്ല. ബാക്കി എല്ലാരും തേങ്ങ മാത്രം പറിച്ചിട്ടങ്ങ് പോകും. തേങ്ങ പറിക്കാൻ വിളിച്ചാ പിന്നെ തേങ്ങ മാത്രം പറിച്ചാ പോരെ? അല്ല, തെങ്ങെല്ലാം നീയല്ലേ വൃത്തിയാക്കി തരുത്ത്. ഓ, ഇനിയിപ്പം തെങ്ങ് വൃത്തിയാക്കി തരുന്ന പേരും പറഞ്ഞിട്ട് ഞാൻ വരണല്ലേ? തെങ്ങ് വൃത്തിയാക്കാനൊന്നും ഇനി പറ്റൂല, ഒന്നാമത്തെ സമയമില്ല. എന്നിട്ട് നീ വേറെ ഏടിയും പോക്കില്ല? പണിക്ക് പോക്കുണ്ട്, തെങ്ങൊന്നും വൃത്തിയാക്കില്ല. നീ തെങ്ങെല്ലാം വൃത്തിയാക്കി തരത്തില്ലേ? ചിലപ്പോ അങ്ങ് വൃത്തിയാക്കുന്ന, അങ്ങനെ വൃത്തിയാക്കി കൊടുക്കണ്ടെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ, നമ്മളൊരു അനുകമ്പെല്ലാം കാണിക്കുന്ന നോട്ടത്തില്ലേ നമ്മൾ തെങ്ങെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നു. അങ്ങനെ കാണിക്കല്ലേ എന്നോട്? ഉണ്ട് കാണിക്കാറുണ്ട്. തേങ്ങ ഓർക്കുമ്പോ അല്ലേ? തേങ്ങ ഓർക്കുമ്പോ കാണിക്കുന്നതല്ലേ? അത് കാണിച്ചിട്ടെന്നാ വേണ്ടേ? പിന്നെ എന്നെ കൊണ്ട് 2 തെങ്ങുമ്പോൾ പിന്നെ നീ കേറാൻ തയ്യാറായിട്ട് വരുന്നല്ലേ? കേറാൻ തയ്യാറായിട്ടേ വരുന്നു, പക്ഷെ കേറ്റിക്കണ്ടേ. പിന്നെ ഇപ്രാവശ്യം നീ ഒരു തെങ്ങുമല്ല, ഒരു 2-3 തെങ്ങുണ്ട് കേറാൻ. 2-3 തെങ്ങുമ്പെല്ലാം കേറാൻ വന്നാലും നഷ്ടമാണ്. കേറുന്നുണ്ടെങ്കിൽ എല്ലാ തെങ്ങുമ്പോഴും കയറണം, എന്നല്ലേ നമുക്ക് ലാഭം. ഞാൻ പൈസ കൂടുതൽ കാശ് തരൂ. കൂടുതൽ കാശ് തരൂന്ന്. പിന്നെ കൂടുതൽ കാശ് നിങ്ങൾ ഈ കാശ് മാത്രം കാണിച്ചാ മതി. കാശല്ലാണ്ട് ഒന്നും തരണ്ടപ്പാ, ഞാൻ വെറുതെ എന്നാ തരാന്നുള്ള ഇങ്ങോട്ട്. പിന്നെ ഒന്നുമില്ല, ഞാൻ തരാം പോലെ. എന്തിനു പൈസ എല്ലാ നിങ്ങളെ ചങ്ങായി വരുത്തൊന്നുമില്ലേ? കൊറേ ആയല്ലോ പോയിട്ട്. ബാംഗ്ലൂർ പോടിയാ? ബാംഗ്ലൂര് ഏടിയാന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ചോദിക്കണ്ടേ പോകുമ്പോ? മാറി മാറി പോന്നില്ലേ? തേങ്ങ പറിക്കാൻ പോയെന്നല്ലോ. എന്തെന്നായാലോ ഇന്നലെ വരാനൊന്നും കഴിയില്ല, ഞാൻ പണിയെല്ലുമ്പോഴേക്ക് വന്നു. കണ്ടാ നീ ആയോ എന്നാ ഒന്നിന്റെ മേലെ കേറിട്ടോ.
അതൊന്നിന്റെ വിലക്കേതി 10ന്റെ വിലക്കേതിലും കണക്കില്ല. ഞാൻ വന്ന് പണിയും കഴിക്കൊന്ന് കുളിച്ചിട്ട് അല്ല എല്ലാത്തിന്റെ മേലെയും കയറണ്ട നീ ഒരു തെങ്ങുമ്പലങ്ങും കയറിക്ക. എല്ലാത്തുമ്പലൊന്നും ഞാൻ കയറൂല. ഞാൻ തെങ്ങുമ്പലേ കയറുള്ളൂ. പിന്നെ നിർബന്ധിച്ച് പറഞ്ഞാൽ പറയാൻ തെങ്ങുമ്പല കയറും. എല്ലാരും നിർബന്ധിക്കണ്ടേ? എന്നാ ഞാൻ നിർബന്ധിക്കാം നീ പോ. എന്തിനാണ്? അല്ല തെങ്ങുമ്പലും കയറാ. എന്തിനാ? നീ എന്നാ വിചാരിച്ചെന്ന് ചോദിച്ചാല് അതും ചെയ്യാം. വരുവാ? വെറുതെ ഞാൻ വരൂല. നിങ്ങൾ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് കിലോമീറ്ററായിരിക്കും തേങ്ങ ചക്ക പറിക്കാൻ. നീ എല്ലേ എന്തിനാ? നിങ്ങൾക്ക് എന്തിനാന്ന് തേങ്ങ മുമ്പിലില്ലേ വണ്ണുള്ളതാണോ കരിക്ക്? ഇപ്പൊ എനക്ക് അരക്കാൻ പറ്റുവോ? അരക്കാൻ പറ്റൂല. ആ പിന്നെ പറിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ കരിക്കൊന്ന് കുടിക്കാൻ തരും, അതും തരില്ല. നീ കരിക്ക് കുറച്ചോ? കരിക്ക് പറിച്ചാണ് കൊണ്ട് പറിക്കണ്ടേ? ഞാൻ കരിക്കരിക്ക വേണ്ടേ? എന്നാ നീ വാത് എന്നാലും. അയ്യടാ വിളിക്കുന്നില്ല കേട്ടോ. വിചാരിക്കും എന്തോ അതെടുത്ത് വെച്ചിട്ട് വിളിക്കുന്നതാന്ന്. എന്തൊരു ഷോപ്പിംഗ് അല്ലേ? ഷോപ്പിംഗ് ഒന്നുമല്ല. വരാൻ പറ്റും. നല്ല അജേഷല്ലേ നേമ്പാ. അയ്യോ ഇതല്ലേ നമ്മള് കൊറേ കേട്ടതാട്ടാ. ഇപ്പൊ തേങ്ങ പറിക്കാനൊന്നും ആളില്ലാതെ കൊണ്ട് സോപ്പിട്ട് വിളിക്കുന്നെല്ലാം നമുക്കറിയാം. എന്നാ ഞാൻ സോപ്പിടാണ്ട് വിളിക്കാതെ വാ. എന്നാ വാത്. അത്ര പോലും നിങ്ങൾക്ക് അവിടെ തേങ്ങയില്ല പറിക്കാൻ? പറിച്ചു വെച്ചത് എല്ലാം ഇതായിപ്പോയി, വെള്ളം പറ്റി. അതാ ഞാൻ ചോദിക്കുന്നത്, ഇതെങ്ങനെ വെള്ളം പറ്റി? എന്റെ വെള്ളം പറ്റാനൊന്നും ആയില്ലല്ലോ. വെള്ളം പറ്റാനൊന്നും ആയിട്ടില്ല. പക്ഷെ എങ്കിലും എങ്ങനെയാണെന്നോ വെയില് കൂട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. വെയില് കൊണ്ട പറ്റി പോവാ? വെയിൽ കൊണ്ട പറ്റുന്നതാണ്. ഉണങ്ങിയിട്ട് ഉണങ്ങി പോയി ഇത്ര വേഗം? എനിക്ക് കാണുമ്പോ തോന്നില്ലല്ലോ ഉണങ്ങി. ഉണങ്ങിയിട്ട് പറ്റിപ്പോയതാന്ന് തോന്നുന്നു. ഉണങ്ങിയിട്ട് പറ്റിപ്പോയി. അതിനല്ലേ കുറേശ്ശെ നനച്ചു കൊടുക്കണ്ടേ? അല്ല ഞാനത് മൂടി വെച്ചിട്ടില്ലേനു, തുറന്നു വെച്ചതാണ്. അതുകൊണ്ടാണ്. തുറന്നു വെക്കാനാ? അല്ല നീ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട്. അങ്ങനെ ഞാൻ തുറന്നു വെച്ചിട്ട് വെള്ളം വെച്ചും പുറത്തു പോയിട്ട് വെച്ചാൽ കളയും. അങ്ങനെ വെള്ളം പറ്റിപ്പോയി. അങ്ങനെ ഇങ്ങനെ തുറന്നു വെക്കരുത് കേട്ടോ. മറ്റേ വെള്ളം മാത്രമല്ല വെക്കുക. എന്തെങ്കിലും ഇരുന്നിട്ട് എന്റെ ഉള്ളിൽ കീറുകയും ചെയ്യും. അതെ. അല്ല തുറന്നു വെക്കല്. അതിനെയാണ് ഞാൻ ഇനി തുറന്നു നോക്കൂല. ഇനി തുറന്നു വെച്ചിട്ടാണ് പറ്റിപ്പോയല്ലേ? ഇനി കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വേണം കാട് പിടിക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്താലോ? പിന്നെ അതിന് ചുറ്റും പുല്ല് മുളച്ചിട്ട്. കാടൊന്നും പിടിക്കില്ലപ്പോ. കാടൊന്നും പിടിക്കണ്ടെങ്കിൽ ചെത്തിക്കൂരി കളഞ്ഞാ പോലെ. കാട് പിടിക്കണ്ടേ? ചെത്തിക്കോരാനൊക്കെ ഒറ്റക്ക് പറ്റണ്ടേ? പറ്റുന്നില്ല. ഞാൻ നീ ചെത്തിക്കോരി തരുവാ? എന്നാല് ഞാൻ ചെത്തിക്കോരി വിട്ടാ മതി. വിടുന്നേനെന്താ? ശരിക്കും പറ. തേങ്ങയെല്ലാം പറിച്ചു തരാം. നാളെ വന്നാ പോരെ? നാളെ അല്ലടി, ഇന്ന് വാ. ഇന്ന് എനിക്ക് എന്താ ഇനിയാണ് പണി? അനക്കേട് പണി വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുളിച്ച് റെഡിയായിട്ട് മാർക്കറ്റിൽ ഒന്ന് റോട്ടിലെല്ലാം ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നല്ലേ. കുളിച്ചതിന് സാരമില്ല. കുളിച്ചതിന് സാരമില്ല. നല്ലത്. കുളിച്ച തന്നെ നല്ലേ. അവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, ആരും ഇല്ല. ഓടലിനെ വിളിക്കുന്നു. ഇനി ആടെ എത്തുമ്പോ കാണാമെന്ന വർത്താനം പറയാറേ. ഇല്ലടാ, വരുവേ? തേങ്ങ നമുക്ക് നാളെ പറഞ്ഞ. അനക്കറിയാം നിങ്ങൾക്ക് തേങ്ങ പറിക്കാനൊന്നും അല്ലാന്ന് നമുക്ക് ഉറപ്പായിട്ടറിയാം. വേറെ എന്തോ ആവശ്യത്തിന് എന്നെ വിളിക്കുന്നു. അല്ലാണ്ട് ഇങ്ങനെ സോപ്പിടൂലല്ലോ. തേങ്ങ പറിക്കാനും ഉണ്ട്, പിന്നെ കുറച്ച് ചില്ലറ പണിയും ഉണ്ട് അതിനാണ്. അത് എനിക്ക് വിളിക്കുമ്പോ തോന്നിയെന്ന് എങ്ങനെ സോപ്പിട്ടെല്ലാം വിളിക്കണ്ടിരിക്കല്. എന്ത് തന്നെ ആയാലും എനിക്ക് പാല് കുടിക്കണേ. ഇളനീർ കുടിക്കണേ.